ശമൂവേൽ അധ്യായം 26. ഗിബെയയിൽ ശൗലിൻ്റെ അടുക്കൽ വന്ന ദാവീദ് മരുഭൂമിക്ക് തെക്കുള്ള ഹക്കീലാ കുന്നിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു. ശൗൽ ദാവീദിനെ തിരയുവാൻ സീഫ് മരുഭൂമിയിലേക്ക് ചെന്നു. ഇസ്രായേലിൽ നിന്ന് തെരഞ്ഞെടുത്തിരുന്ന 3000 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. ശൗൽ മരുഭൂമിക്ക് തെക്കുള്ള ഹക്കീലാ കുന്നിൽ പെരുവഴിക്കരികെ പാളയമിറങ്ങി. ദാവീദോ മരുഭൂമിയിൽ പാർത്തു. ശൗൽ തന്നെ അന്വേഷിച്ച് മരുഭൂമിയിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചതുകൊണ്ട് ദാവീദ് ചാരന്മാരെ അയച്ചു. ശൗൽ ഇന്നേടത്ത് വന്നിരിക്കുന്നു എന്നറിഞ്ഞ് ദാവീദ് ശൗൽ പാളയം ഇറങ്ങിയിരുന്ന സ്ഥലത്ത് ചെന്നു. ശൗലും അവൻ്റെ സേനാപതിയായ നേരിൻ്റെ മകൻ അബ്നേരും കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടു. ശൗൽ കാവൽ കുഴിയിൽ കിടന്നുറങ്ങി. സൈന്യം അവൻ്റെ ചുറ്റും പാളയമിറങ്ങിയിരുന്നു. ദാവീദ് ഹിത്യനായ അഹിമേലെക്കിനോടും സെരൂയയുടെ മകനും യോവാബിൻ്റെ സഹോദരനുമായ അബീശായിയോടും പാളയത്തിൽ ശൗലിൻ്റെ അടുക്കലേക്ക് ആർ എന്നോടുകൂടെ പോരുമെന്ന് ചോദിച്ചു. ഞാൻ നിന്നോടുകൂടെ പോരുമെന്ന് അബീശായി പറഞ്ഞു. ഇങ്ങനെ ദാവീദും അബീശായിയും രാത്രിയിൽ സൈന്യത്തിൻ്റെ അടുക്കൽ ചെന്നു. ശൗൽ കാവൽ കുഴിക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്നു. അവൻ്റെ കുന്തം അവൻ്റെ ഒരു വശത്ത് തറച്ചിരുന്നു. അബ്നേരും സൈന്യവും അവന് ചുറ്റും കിടന്നിരുന്നു. അബീശായി ദാവീദിനോട്, ദൈവം നിന്റെ ശത്രുവിനെ ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തം കൊണ്ട് നിലത്തോട് ചേർത്ത് കുത്തട്ടെ, രണ്ടാമത് കുത്തുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് അബീശായിയോട്, അവനെ നശിപ്പിക്കരുത്, കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈവച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോകും എന്ന് പറഞ്ഞു. കർത്താവ് അവനെ സംഹരിക്കും, അല്ലെങ്കിൽ അവൻ യുദ്ധത്തിൽ വച്ച് നശിക്കും. ഞാൻ കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈവയ്പാൻ കർത്താവ് സംഗതി വരുത്തരുതേ. എങ്കിലും അവൻ്റെ വശത്തുള്ള കുന്തവും ജലപാത്രവും എടുത്തുകൊള്ളുക, നമുക്ക് പോകാം എന്ന് ദാവീദ് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് കുന്തവും ജലപാത്രവും ശൗലിൻ്റെ വശത്ത് നിന്നു എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ആരും ഉണർന്നതുമില്ല. അവരെല്ലാവരും ഉറങ്ങുകയായിരുന്നു. ദൈവത്താൽ ഗാഢനിദ്ര അവരുടെ മേൽ വീണിരുന്നു. ദാവീദ് അപ്പുറം കടന്നു ചെന്നും ദൂരത്ത് ഒരു മലമുകളിൽ നിന്നു. അവർക്ക് മതിയായ അകലമുണ്ടായിരുന്നു. ദാവീദ് രാജാവിനോട് നേരിൻ്റെ മകനായ അബ്നേരിനോട്, അബ്നേരെ, നീ ഉത്തരം പറയുന്നില്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് അബ്നേർ രാജാവിനെ വിളിക്കുന്ന നീ ആരെന്ന് അങ്ങോട്ട് ചോദിച്ചു. ദാവീദ് അബ്നേരിനോട് പറഞ്ഞത്, നീ ഒരു പുരുഷനല്ലയോ? ഇസ്രായേലിൽ നിനക്ക് തുല്യനാരുള്ളൂ? അങ്ങനെയിരിക്കെ നിന്റെ യജമാനനായ രാജാവിനെ നീ കാത്തുകൊള്ളാതിരുന്നതെന്ത്? നിന്റെ യജമാനനായ രാജാവിനെ നശിപ്പിപ്പാൻ ജനങ്ങളിൽ ഒരുത്തൻ ഇന്ന് അവിടെ വന്നിരുന്നുവല്ലോ. നീ ചെയ്ത കാര്യം നന്നായില്ല. കർത്താവിൻ്റെ അഭിഷിക്തനായ നിങ്ങളുടെ യജമാനനെ കാത്തുകൊള്ളാതിരിക്കായാൽ കർത്താവാണേ, നിങ്ങൾ മരണയോഗ്യർ ആകുന്നു. രാജാവിൻ്റെ കുന്തവും അദ്ദേഹത്തിൻ്റെ തലയ്ക്കലിരുന്ന ജലപാത്രവും എവിടെയെന്ന് നോക്കുക. അപ്പോൾ ശൗൽ ദാവീദിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. എൻ്റെ മകനെ ദാവീദേ, ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ചതിന് ദാവീദ്, എൻ്റെ ശബ്ദം തന്നെ യജമാനനായ രാജാവേ എന്ന് പറഞ്ഞു. യജമാനൻ ഇങ്ങനെ അടിയനെ
തേടി നടക്കുന്നത് എന്തിന്? അടിയൻ എന്തു ചെയ്തു? അടിയൻ്റെ പക്കൽ എന്തു ദോഷമുള്ളൂ? ആകയാൽ യജമാനനായ രാജാവ് അടിയൻ്റെ വാക്ക് കേൾക്കണമേ. തിരുമേനിയെ അടിയന് വിരോധമായി ഉപയോഗിക്കുന്നത് കർത്താവാകുന്നു എങ്കിൽ താൻ ഒരു വഴിപാട് ഏറ്റു പ്രസാദിക്കുമാറാകട്ടെ. മനുഷ്യരെങ്കിലും അവർ ദൈവത്തിൻ്റെ മുമ്പാകെ ശപിക്കപ്പെട്ടിരിക്കട്ടെ. നീ പോയി അന്യ ദൈവങ്ങളെ സേവിക്ക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതാകും വണ്ണം അവർ എന്നെ ഇന്ന് പുറത്തു തള്ളിയിരിക്കുന്നു. എൻ്റെ രക്തം കർത്താവിൻ്റെ മുമ്പാകെ നിലത്ത് വീഴരുതേ. ഒരുവൻ മലകളിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേൽ രാജാവ് ഒരു ഒറ്റ ചെള്ളിനെ തിരഞ്ഞു പുറപ്പെട്ടിരിക്കുന്നു എന്നും അവൻ പറഞ്ഞു. അതിന് ശൗൽ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ മകനെ ദാവീദേ, മടങ്ങി വരിക. എൻ്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി തോന്നിയതുകൊണ്ട് ഞാൻ ഇനി നിനക്ക് ദോഷം ചെയ്യുകയില്ല. ഞാൻ ഭോഷത്വം പ്രവർത്തിച്ചു അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ഉത്തരം പറഞ്ഞത്, രാജാവേ, കുന്തമിതാ, ഒരു ഭൃത്യൻ വന്നു കൊണ്ടുപോകട്ടെ. കർത്താവ് ഓരോരുത്തന് അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും തക്കവണ്ണം പകരം നൽകട്ടെ. കർത്താവ് ഇന്ന് അങ്ങയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എങ്കിലും കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈവയ്പ്പാൻ എനിക്ക് മനസ്സായില്ല. എന്നാൽ അങ്ങയുടെ ജീവൻ ഇന്ന് എനിക്ക് വിലയേറിയതായിരുന്നതുപോലെ എൻ്റെ ജീവൻ കർത്താവിന് വിലയേറിയതായിരിക്കട്ടെ. അവൻ എൻ്റെ സകല കഷ്ടതയിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ശൗൽ ദാവീദിനോട്, എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. നീ കൃതാർത്ഥനാകും. നീ ജയം പ്രാപിക്കും എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് തൻ്റെ വഴിക്ക് പോയി. ശൗലും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.